എന്റെ നാട്ടിലെ മെയിൻ മന്തിക്കടയായ ഈ കടയിൽ മന്തി കഴിക്കാൻ പോകാൻ പേടിയുള്ള വീഡിയോ ആണിത്. വൈകുന്നേരമാണ് ഞാൻ സൊമാറ്റോ ഓടാൻ ഇറങ്ങുന്നത്. ചൂട് കാരണം ഷർട്ട് മാറ്റി ബനിയനാക്കി. ഇതാണ് എന്റെ ഡാഡി കൂള്. പറഞ്ഞ പോലെ തന്നെ ആളൊരു കൂളാണ്. പക്ഷെ ഫോൺ ഇല്ലാണ്ടായി തന്നെ ഒരു ദിവസം മൊത്തം ഉറങ്ങാണ്ടിരിക്കും. നേരാക്കാൻ തന്ന ഫോൺ ആദ്യം തന്നെ നേരാക്കി കൈ കൊണ്ട് കൊടുത്തു. ഹോട്ടലുകളിൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പൊതുവെ ഓർഡറുകൾ കുറവാണ്. ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെന്റെ അടുത്ത് വന്ന് യൂട്യൂബർ അല്ലേന്ന് ചോദിച്ചത്. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. വടക്കഞ്ചേരി വേലയായതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കാന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. മന്തി കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട് അവസാനത്തെ ഓർഡർ കൊടുത്ത് 9 മണിയാകുമ്പോൾ ഓട്ടം നിർത്താന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും വീണ്ടും ഓർഡർ അടിച്ചു. പക്ഷെ അത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഓഫ്ലൈൻ ആക്കി. ഇവിടെയൊന്നും അല്ല പ്രശ്നം. ആൾക്കാരനെ കണ്ടു കഴിഞ്ഞാൽ കൈയും കാലും വരക്കണം. ഞാനങ്ങനെ ഒറ്റയ്ക്ക് മന്തി കഴിക്കാൻ പോകുന്ന ആലോചിച്ച് പരിചയമുള്ള കടയാണെങ്കിൽ കൂടി കുറച്ചു നേരം പുറത്ത് നിന്നു. ഉപ്പ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് മന്തി വാങ്ങിയിട്ട് വരട്ടെ ചോദിച്ചപ്പോൾ വേണ്ട, കഴിച്ചു എന്ന് പറഞ്ഞു. എന്നെ അറിയണ ആരും കാണില്ലേ എന്ന് പ്രാർത്ഥിച്ച് ഒരു ഭാഗത്ത് പോയിരുന്നു. ആദ്യം കണ്ടത് ഇവരിനെ. ചെലവ് ചോദിച്ചപ്പോൾ നമ്മൾ അംബാനി ആയതുകൊണ്ട് ഒരു പെപ്സി അങ്ങോട്ട് വാങ്ങിക്കൊടുത്തു. ആളുകളെ കാണുമ്പോൾ എന്തിനെ പേടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്നെ പരിചയമുള്ള ആരെങ്കിലും എന്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ പോലും എനിക്ക് കൈയും കാലും വരച്ചിട്ട് ഇരിക്കപ്പുറത്ത് ഉണ്ടാവില്ല. പിന്നെ നല്ലൊരു മന്തി വാങ്ങിയിട്ട് വിശപ്പൊക്കെ അപ്പം തന്നെ തീർന്നു. മെയിനായിട്ട് ഉള്ളിൽ കയറുമ്പോൾ ഈ കൂട്ടത്തിൽ എന്നെ പരിചയമുള്ളവരാരും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഉള്ളിൽ കയറിയത്. പക്ഷെ ഇവരെന്നെ കറക്റ്റ് സ്പോട്ട് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. എനിക്ക് ഇവരിനെ അറിയില്ലെങ്കിലും ഇതിൽ പകുതി പേർക്ക് എന്നെ അറിയാന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്ക് എത്രത്തോളം പേടിയുണ്ടെന്ന് ഇവർക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അവസാനം ടെൻഷനായി ചെരുപ്പ് ഊരിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അടുത്തുള്ള ടേബിൾ പെപ്സി ബാക്കിയാക്കി പോയിരിക്കുന്നു. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനായിട്ട് അവസാനം ഞാൻ മന്തി എങ്ങനെയൊക്കെ കഴിച്ചു തീർത്തു. എന്നെ പോലെ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് മന്തി കഴിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ സൊമാറ്റോയിൽ ഓർഡർ ചെയ്താൽ മതി. കഴിച്ചു കഴിഞ്ഞ് വെടിക്കെട്ടൊക്കെ കണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടിരുന്നാണ്. പകുതി വെടി അവിടെ തന്നെ തീർന്നുകൊണ്ട് സന്തോഷമായി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.